അടുത്തതായിട്ട് 4 വേരിയബിൾ കെ മാപ്പ് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 4 വേരിയബിൾ എന്ന് പറയുമ്പോൾ 2⁴ 16 സെല്ലുകൾ ഉണ്ടാവും നമുക്ക്. ഞാനിവിടെ 16 സെല്ല് ചുമ്മാ വരച്ചിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ നമ്പർ അറ്റ് എ ടൈം ഒരൊറ്റ ബിറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് 0001 1110 എന്നുള്ള രീതിയിലാണ് വരിക. നമ്മൾ 3 വേരിയബിൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. 0001 11 കഴിഞ്ഞിട്ട് 10 വരത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഉള്ളത്തെ സെൽ നമ്പർ എങ്ങനെയാണ് വരിക? 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ആ രീതിയിലാണ് വരിക. കൺഫ്യൂഷൻ ഉണ്ട്, എന്ത് നോക്കിയാൽ മതി. ഇതാ 1100 എന്ന് പറഞ്ഞാൽ 12 അതെന്തുകൊണ്ടാണ്? ഇവിടെ 4 5 7 6 കഴിഞ്ഞിട്ട് ഒരു റോ വിട്ടതിന് ശേഷം 8 9 എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 11 കഴിഞ്ഞിട്ടാണ് 10 വരുന്നത്. ഇവിടെയും 11 കഴിഞ്ഞിട്ടാണ് 10 വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. അത് നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് സിഗ്മ ഓഫ് എം ആണ്, അതായത് സോപ്പാണ്, മിൻ ടേം ആണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ സോപ്പ് അഥവാ മിൻ ടേം തന്നു കഴിഞ്ഞാൽ നമ്മൾ 1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്കിതിനൊരു എക്സ്പ്രഷൻ ആക്കിയിട്ട് എഴുതാം. ഞാനത് ഭയങ്കര വലുതായിരിക്കും, അപ്പോൾ അതും എഴുതാനായിരുന്നു ഇവിടെ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, സി കോംപ്ലിമെൻറ്റ്, ഡി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, സി ഡി കോംപ്ലിമെൻറ്റ്. ആ രീതിയിൽ ഇത്രയും എഴുതുമ്പോൾ ഒരുപാട് സ്ഥലം വേണ്ടതുകൊണ്ടാണ് ഞാനവിടെ എഴുതാതിരുന്നത്. ശരി, പിന്നെ ഇത് വെച്ചിട്ട് വരക്കുകയാണ്. അപ്പോൾ 1 വെച്ചിട്ടാണ് വരക്കുക എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ നമ്പറുള്ള സ്ഥലത്തൊക്കെ ഞാൻ 1 പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഇവിടെയാണ് 1, 2 1, 5 1, 7 1, 8 1, 10 1, 15 1. ഇത്രയും 1കളാണ് ഞാൻ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ആദ്യം നോക്കി 8 വരുന്ന ഏതെങ്കിലും കേസ് ഉണ്ടോ? 8 വരുന്നത്, 8 വരുന്ന കേസ് ഇവിടെ ഇല്ല. 16 വരുന്ന കേസ് ഉണ്ടോ? ഇല്ല. 8 വരുന്ന കേസ് ഉണ്ടോ? ഇല്ല. 4 വരുന്ന കേസ് ഉണ്ടോ? ഉണ്ട്. ഇല്ല എന്ന് പറയരുത്. എല്ലാ കോർണറിലും അല്ലേ 1 കിടക്കുന്നത്? എല്ലാ കോർണറിലും 1 കിടക്കുന്നതുകൊണ്ട് എനിക്കതിനെ 8 ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 8 ആക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ 4 ഒന്നിനും കോമൺ ആയിട്ട് ഈ സൈഡിൽ ആരെങ്കിലും ഉണ്ടോ നോക്കുക. 4 ഒന്നിനും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മൾ എങ്ങനെ നോക്കിയാൽ മതി? ഇതാ ഇവരിലും കോമൺ ആയിട്ടുള്ള ആളെ നോക്കിയാൽ മതി. ഒന്ന് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് ആണ്, രണ്ടാമത്തത് എ ബി കോംപ്ലിമെൻ്റ് ആണ്. ബി കോംപ്ലിമെൻറ്റ് കോമൺ ആണല്ലോ അല്ലേ? ബി കോംപ്ലിമെൻറ്റ് കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി? ഞാൻ ബി കോംപ്ലിമെൻ്റ് എഴുതി. ശരി, ഇനി മുകളിൽ ആരെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് മുകളിൽ എന്ന് വെച്ചാൽ ഇവരുടേതും മുകളിൽ. ഞാൻ ആരെ മാത്രം നോക്കിയാൽ മതി? സി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റും സി ഡി കോംപ്ലിമെൻറ്റും. സി കോംപ്ലിമെൻറ്റ് സി ആയിട്ട് മാറുന്നുണ്ട്, ബട്ട് ഡി കോംപ്ലിമെൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ബി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻ്റ് എന്ന് എഴുതി. ഈ എഴുതിയതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ ആകെ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രകാരം ഈ ടാബിളൊക്കെ നമ്മൾ ഓക്കെ ആയിരിക്കും. ആകെക്കൂടെ ഒരേ ഒരു കാര്യം മാറ്റിയ ഒരു വ്യത്യാസമുള്ളൂ. തൊട്ട് മുകളിൽ നമ്മൾ 3 വേരിയബിൾ ആകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്? 4 5 6 7 എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 11 കഴിഞ്ഞിട്ടാണ് 10 വരുന്നത്. അതുകൊണ്ട് 6 കഴിഞ്ഞിട്ട് 8 എന്നല്ല തുടങ്ങേണ്ടത്, 12 എന്നാണ് തുടങ്ങേണ്ടത്. അത് കൺഫ്യൂഷൻ്റെ നമ്മളിങ്ങനെ നോക്കിയാൽ 11 0 0 12 11 01 11 ആ രീതിക്കാണത് പോകുന്നത് നോക്കി. ഇനി 16 8 മാപ്പ് ചെയ്യാനില്ല, 4 മാപ്പ് ചെയ്യാനുണ്ട്. കോർണറിലുള്ള എല്ലാ ആൾക്കാരെയും എനിക്ക് മാപ്പ് ചെയ്യാം, ഒന്നായിട്ടൊരു ഗ്രൂപ്പാക്കി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രൂപ്പാക്കി. അപ്പോൾ ഇവിടെയും നോക്കി, ഇങ്ങോട്ടും നോക്കി. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എ ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് കോമൺ ആണ്, അതെടുത്തു. മുകളിൽ നോക്കി സി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റ് സി ഡി കോംപ്ലിമെൻറ്റ്. ഡി കോംപ്ലിമെൻറ്റ് കോമൺ ആണ്, ഞാൻ ഡി കോംപ്ലിമെൻറ്റും എടുത്തു. പ്ലസ് അടുത്ത ഗ്രൂപ്പ് നോക്കി. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ? ഇത് 3 ആണ്. 3 എനിക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. 2ൻ്റെ പവറേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഇവരെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കി. ഈ 1നും എ കോംപ്ലിമെൻറ്റ് ബി കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ എന്തെടുത്തു? എ കോംപ്ലിമെൻറ്റ് ബി എന്നുള്ളെടുത്തു. ഇനി മുകളിൽ ആരാ കോമൺ ആയിട്ട് വരുന്നതെന്ന് നോക്കി. ഇവിടെ സി കോംപ്ലിമെൻറ്റ് ഡി ആണ്, ഇവിടെ സി ഡി ആണ്. അപ്പോൾ ഡി ആണല്ലോ അല്ലേ കോമൺ ആയിട്ട് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഡി എടുത്തു. പ്ലസ് ഇനി ആരെങ്കിലും ഗ്രൂപ്പ് ചെയ്യാനുണ്ടോ? ഈ 1നെ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല അല്ലേ, അതിനൊറ്റക്കൊന്നും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസൻ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടണം. അഡ്ജസൻ്റ് ആയിട്ട് ഇവിടെ ഒരു 1 ഉണ്ട്, അത് മറ്റൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, ബട്ട് നോ പ്രോബ്ലം. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഗ്രൂപ്പ് ചെയ്തു. ഇതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കി. എ കോംപ്ലിമെൻറ്റ് ബി ഉണ്ട്, എ ബി ഉണ്ട്. അതിൽ ആര് കോമൺ ആണ്? ബി കോമൺ ആണ് അല്ലേ, അതുകൊണ്ട് ഞാൻ ബി എഴുതി. ഇനി മുകളിൽ ഈ 2 1നും ആര് കോമൺ ആണ്? സി ഡി കോമൺ ആണ്. സോ ബി സി ഡി എന്ന് എഴുതി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഞാൻ ഇത്രയും നോക്കണ്ടു. ഏറ്റവും ലാർജസ്റ്റ് 2ൻ്റെ പവർ വരുന്നത് ഗ്രൂപ്പ് ചെയ്യുക. ആ ഗ്രൂപ്പ് ചെയ്തിട്ട് കോമൺ ആയിട്ട് ആരാണോ വരുന്നത് അവരെ മാത്രം എടുത്തെഴുതുക. ഇതാണ് ഒരു സോപ്പിൻ്റെ 4 വേരിയബിൾ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോബ്ലം. ഇനി ഒരു പോസിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. പോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ എനിക്ക് പോസാണെന്ന് മനസ്സിലായ പൈ ഓഫ് ക്യാപിറ്റൽ എം മാക്സ് ടേം ഓഫ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള സെൽ അറേഞ്ച്മെൻ്റ് ഒക്കെ സെയിം കോമൺ തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ 0നെ കോംപ്ലിമെൻ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 0നെ ആക്ച്വൽ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അത് മാത്രമാണ് എന്തുള്ളത്? അത് തമ്മിലൊരു വ്യത്യാസമായിട്ടുള്ളത്. ഇനി ഉള്ളിൽ 0 വെച്ചിട്ടാണ് ഞാൻ മാപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 0 ആണ് ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. 1ൽ ഞാൻ 0 മാർക്ക് ചെയ്തു, 3ൽ 0 മാർക്ക് ചെയ്തു, 6ൽ 0 മാർക്ക് ചെയ്തു, 9ൽ 0 മാർക്ക് ചെയ്തു, 11ൽ 0 മാർക്ക് ചെയ്തു, 12ൽ 0 മാർക്ക് ചെയ്തു, 14ൽ ഞാൻ എന്ത് ചെയ്തു? 0 മാർക്ക് ചെയ്തു. ഓക്കെ, ഞാനതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. 0 0 0 0 0 0 ഇങ്ങനെയാണല്ലോ അല്ലേ ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കി 16 എണ്ണം ഉള്ളതുണ്ടോ? ഇല്ല. 8 എണ്ണം ഉള്ളതുണ്ടോ? ഇല്ല. 16 എണ്ണം ഉള്ളതില്ല. 8 എണ്ണം ഉള്ളതുണ്ടോ നോക്കി, 8 എണ്ണം ഉള്ളതും ഇല്ല. 4 എണ്ണം ഉള്ളതുണ്ടോ? അതെ, 4 എണ്ണം ഉള്ളതുണ്ട് അല്ലേ. ഇതാ ഇതും ഇതും അഡ്ജസൻ്റ് ആണോ? അല്ല. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞു, നമ്മൾ പേപ്പർ മുറിച്ചെടുത്ത് റൗണ്ട് ഷേപ്പിൽ ആക്കി കഴിഞ്ഞാൽ ഇവരെന്തായിട്ട് വരും? ഇവർ അഡ്ജസൻ്റ് ആയിട്ട് വരത്തില്ലേ? ഇവർ രണ്ടുപേരും അഡ്ജസൻ്റ് ആയിട്ട് വരും. ഇത് 4 എണ്ണം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കണം കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതാ എ പ്ലസ് ബിയും എ ബാർ ബി ബാറും, എ പ്ലസ് ബിയും എ ബാർ പ്ലസ് ബിയും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കി. കോമൺ ആയിട്ട് ആരാ ഇതിലുള്ളത്? രണ്ടിലും ബി കോമൺ ആയിട്ടാണല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ ബീനെ എഴുതി. പ്ലസ് തൊട്ട് മുകളിൽ ആരാ കോമൺ ആയിട്ട് വരുന്നത്? സി പ്ലസ് ഡി ബാറും ഉണ്ട്, സി ബാർ പ്ലസ് ഡി ബാറും ഉണ്ട്. അപ്പോൾ ഡി ബാർ രണ്ടിലും കോമൺ ആണല്ലോ, അതുകൊണ്ട് ഞാൻ പ്ലസ് ഡി ബാർ എഴുതി. ശരി, ഇനി അടുത്തത് ഇതാ ഈ 0 0യും അഡ്ജസൻ്റ് അല്ലേ. ഇവർ രണ്ടുപേരും എനിക്കൊരു ഗ്രൂപ്പാക്കി കൂടെ ഗ്രൂപ്പാക്കാം. ഞാൻ ഗ്രൂപ്പാക്കി. ഇവർ രണ്ടിലും കോമൺ ആയിട്ട് ആരാ വരുന്നത്? എ പ്ലസ് ബി ബാറും ഉണ്ട്, എ ബാർ പ്ലസ് ബി ബാറും ഉണ്ട്. ബി ബാർ കോമൺ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ബി ബാറിനെ വരച്ചു. ബി ബാർ പ്ലസ് ഇനി ഇവിടെ മുകളിൽ ഈ 2 0നും സി ബാർ പ്ലസ് ഡി കോമൺ ആണല്ലോ അല്ലേ. സി ബാർ പ്ലസ് ഡി എന്ന് പറയുന്നത് കോമൺ ആണ്, അതുകൊണ്ട് ഞാൻ സി ബാർ പ്ലസ് ഡി എഴുതി. ശരി, അപ്പോൾ ഞാൻ അതും എഴുതി. ഇനി ആരെങ്കിലും ഗ്രൂപ്പ് ചെയ്യാനുണ്ടോ? ഉണ്ട് അല്ലേ. ഇവിടെ ഒരു 0നെ ഗ്രൂപ്പ് ചെയ്യാനുണ്ട്. 0നെ 1 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? 0ന് അഡ്ജസൻ്റ് ആയിട്ട് ഒരാളുണ്ട്. ആരാത്? ഈ 0 അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഈ 0നെയും ഈ ആളെയും കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ 0നെയും ഈ 0നും. ഈ 0നും കോമൺ ആണ് ആര്? എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. അതുകൊണ്ട് ഞാൻ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എഴുതി. പ്ലസ് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് മുകളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി. സി പ്ലസ് ഡിയും സി ബാർ പ്ലസ് ഡിയും. ഡി കോമൺ ആണ്, അതുകൊണ്ട് ഞാൻ എന്തും എഴുതി? ഡീനും എഴുതി. ഇതാണ് അതിന് സിംപ്ലിഫൈ ചെയ്ത എക്സ്പ്രഷൻ. ഞാൻ ആകെ എന്തേ ചെയ്തുള്ളൂ? ഈ 0 0യും ഈ 0 0യും കോമൺ ആണ്, അതുകൊണ്ട് 4 ഗ്രൂപ്പാക്കി മാറ്റി. ഇതിലാരാണ് കോമൺ എന്ന് നോക്കി, ഈ സൈഡിൽ കോമൺ ആയിട്ടുള്ള ആളെ എഴുതി. പ്ലസ് തൊട്ട് മുകളിൽ ആരാണ് കോമൺ ഉള്ളത് നോക്കി, അവരെഴുതി. ദെൻ ഇവരെ രണ്ടുപേരെയും ഗ്രൂപ്പാക്കി. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തു. ഇതൊരു 0 ആണ്, ഇവിടെ ഒരു 0 ഉണ്ട്, കോർണർ സൈഡ് ആയതുകൊണ്ട് അവരെ രണ്ടുപേരെയും കൂടി ഞാൻ ഒരു ഗ്രൂപ്പാക്കി. ഞാൻ എന്ത് എഴുതി? അതെഴുതി. ഇതാണ് എന്ത്? 4 വേരിയബിൾ മാപ്പ്. അപ്പോൾ 2 വേരിയബിൾ നോക്കി, 3 വേരിയബിൾ നോക്കി, 4 വേരിയബിൾ നോക്കി. മാക്സിമം 6 വേരിയബിൾ വരെ ഓക്കെ ആണ്. അതുവരെ മാപ്പ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും.
പക്ഷെ നമുക്ക് 4 വേരിയബിൾ വരെ പഠിക്കാനുള്ളൂ.